പ്രവാചകന്മാർക്ക് പൊതുവായി ഒരു ശീലമുണ്ടായിരുന്നു. അത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുജൂദു തിലാവ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുന്ന 6ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 19ാം അധ്യായം സൂറത്തു മറിയം 58ാമത്തെ വചനമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അക്കൂട്ടർ, മേൽ പ്രസ്താവിക്കപ്പെട്ടവർ, ആദമിന്റെ സന്തതികളിൽ നിന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള പ്രവാചകന്മാരാകുന്നു. നൂഹിന്റെ കൂടെ നാം കപ്പലിൽ വഹിച്ചു കൊണ്ടുപോയവരിലും ഇബ്രാഹിമിന്റെയും ഇസ്രായേലിന്റെയും യാക്കൂബിന്റെയും സന്തതികളിലും പെട്ടവരും നാം സന്മാർഗം നൽകുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തവരിൽ പെട്ടവരുമാകുന്നു. പരമകാരുണികന്റെ ലക്ഷ്യങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ സുജൂദ് ചെയ്യുന്നവരായും കരയുന്നവരായും കൊണ്ട് അവർ നിലം പതിച്ചു പോകുന്നതാണ്. സുജൂദിന്റെ ആയത്തുകളിൽ ഓതുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഒരു സുജൂദ് ചെയ്യേണ്ടുന്ന ആയത്തുകളിൽ ഒന്നാണ് ഈ ആയത്തും. ഈ സൂറത്തിൽ ഇതുവരെ പ്രസ്താവിക്കപ്പെട്ട എല്ലാ നബിമാരും അള്ളാഹുവോട് അങ്ങേയറ്റത്തെ ഭക്തിയുള്ളവരും അവന്റെ കൽപ്പനകളും സന്ദേശങ്ങളും ദൃഷ്ടാന്തങ്ങളുമാകുന്ന ലക്ഷ്യങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളവരുമായിരുന്നു. അവരുടെ വിനയാധിക്യവും ഭയഭക്തിയും നിമിത്തം അള്ളാഹുവിന്റെ ലക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേക്കും അവർ കരഞ്ഞുകൊണ്ട് സുജൂദായി വീണുപോകുമായിരുന്നു. അള്ളാഹുവിന്റെ തിരുവചനങ്ങളും ലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ കരയുക എന്നത് അതിനോടുള്ള ബഹുമാനവും അവനോടുള്ള ഭക്തിയുമാണ് കാണിക്കുന്നതെന്ന് സ്പഷ്ടമാണല്ലോ. മേൽപ്പറഞ്ഞ നബിമാരുടെ ഒരു മാതൃക എന്ന നിലക്ക് ഇവിടെ നാമും അള്ളാഹുവിന് ഒരു സുജൂദ് ചെയ്യുന്നത് അനുയോജ്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.